അന്നും ഇന്നും സത്യേട്ടൻ ഒരുപോലെയാണ്. സത്യേട്ടൻ സിനിമ മാറി, എല്ലാം മാറിയെങ്കിലും മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് മാത്രമല്ല, സത്യനന്ദിക്കാട്ടിനും ബാധകമാണത്. മാറ്റമില്ലാത്ത ഒരേപോലെ പെരുമാറുകയും ഒരേ തരത്തിൽ. അങ്ങനെ ഇന്ന് ഈ പുസ്തകത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത് അദ്ദേഹം എഴുതിയ ഏറ്റവും പുതിയ പുസ്തകമാണ് ഹൃദയപൂർവ്വം ചിലർ എന്ന്. എനിക്ക് സത്യേട്ടനോട് ആദ്യം ചോദിക്കാനുള്ളത്, സത്യേട്ടൻ ഏറ്റവും വലിയൊരു ക്യാൻവാസിൽ ജോലി ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാൻവാസിൽ വലിയ പ്രശസ്തിയിൽ ഉള്ള വലിയ സാമ്പത്തിക ഇതുള്ള ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് ഇന്നും സത്യേട്ടൻ എന്തിനാണ് ഈ സാധാരണ എഴുത്ത് കൊണ്ട് നടക്കുന്നത്? എന്തിനാണ്? സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമക്കാരനാവുകയും അല്ലാത്ത സമയത്ത് അല്ലാത്ത സാധാരണ ആളുകളുടെ പോലത്തെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളായി ആണ് ഞാൻ. ആ വ്യക്തിക്ക് അക്ഷരങ്ങളോടാണ് കൂടുതൽ സ്നേഹം. കാര്യം സിനിമ ചെയ്യുമ്പോൾ ഫിലിം മേക്കർ ആവുന്നു, അല്ലാത്ത സമയത്ത് വായിക്കാനും എഴുതാനും ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ എഴുതാൻ തുടങ്ങിയതാണ്. എഴുത്തുകാരനായിട്ടല്ല പേരെടുത്തതെങ്കിലും 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമി ബാലമന്തിയിൽ കഥകൾ എഴുതുമായിരുന്നു, കവിതകൾ എഴുതുമായിരുന്നു. അങ്ങനെ കുഞ്ഞുണ്ണി മാഷായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. MT വാസുദേവൻ നായരാണ് അന്നത്തെ ആദർശ പുരുഷൻ. എം ടിയെ പോലെ ആവണം എന്നാണ് ഉള്ളിൽ ആഗ്രഹം. അന്ന് എൻ്റെ തലമുറയിലുള്ള എല്ലാവരുടെയും ആഗ്രഹം MT പോലെ ആവണം എന്നാണ്. അപ്പോൾ എഴുത്ത് സാഹിത്യം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു താല്പര്യത്തിൽപ്പെട്ടതാണ്. മദ്രാസിൽ പോവുകയും സിനിമ പഠിക്കുകയും സിനിമാ സംവിധായകനാകുകയും ചെയ്തിട്ടും അത് നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടായിരുന്നില്ല. കാര്യം എപ്പോഴും ഒരു സമയം കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും വായിക്കാൻ താല്പര്യം തോന്നും, അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും കുറിക്കാനും തോന്നും. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കാറുള്ളത് ഈ സൈക്കിൾ അഭ്യാസം, സൈക്കിൾ ചവിട്ടുന്ന പോലെയാണ്. നമ്മൾ സൈക്കിൾ ചവിട്ട് നീന്തലൊന്നും ഒരിക്കലും മറക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും അതിൽ കയറി അങ്ങനെ പൊക്കോളും. അതുപോലെയാണ് സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞ് വന്നാലും ഒരു വിഷയത്തിനെ പറ്റി എഴുതണമെന്ന് തോന്നിയാൽ അതങ്ങ് എഴുതി പോകുന്നതാണ്. അപ്പോൾ അത് ഞാൻ സിനിമ പോലെ തന്നെ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് എഴുത്ത് എന്നുള്ളത്. ഈ എഴുതുമ്പോൾ ഞാൻ പറയുന്നത് സാധാരണ സിനിമ എഴുതുന്ന പോലെയല്ല. ഇത് ഓർമ്മകൾ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതുന്നു. ആ എഴുത്ത് തരുന്ന ഒരു എന്താ റിലാക്സ് എന്താണ്? ഈ സിനിമ എഴുത്തും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം. ഞാനിത് ഈ ഒരു പുസ്തകത്തിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയാണ്. സത്യമായിട്ട് വേറെ സെഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എഴുത്ത്, ഒരു കുറിപ്പ് എഴുതുന്നു, ഒരു ഓർമ്മ എഴുതുന്നു, ഒരു ഇത് എഴുതുന്നു, അത് തരുന്നത് ഈ സിനിമ എഴുതുന്നത് തമ്മിൽ. ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ എഴുതുന്നത്? മനസ്സിലൊരു റിലാക്സേഷൻ വരുന്നുണ്ടോ എഴുതുമ്പോൾ? തീർച്ചയായിട്ടും നമുക്കൊരു സംഭവം നടക്കുമ്പോൾ ആ സംഭവം നമ്മൾ അത് അനുഭവിക്കുന്ന സമയത്ത് അത് കഥയല്ല. അനുഭവിക്കുന്ന സമയത്ത് നല്ലതായാലും ചീത്തയായാലും അനുഭവം തന്നെയാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ അതിലൊരു കഥയുണ്ടെന്ന് തോന്നുകയാണ്. അല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടി അത് ഷെയർ ചെയ്യാൻ ഫീൽ ചെയ്യണം. അപ്പോൾ എൻ്റെ വീട്ടിലോട് നായക്കുട്ടി ഒളിച്ചോടിപ്പോയി. അതൊരു ഒരു പേഴ്സണൽ കാര്യമാണ്, അത് എഴുതേണ്ട കാര്യങ്ങളൊന്നുമല്ല. 40 ദിവസത്തിന് ശേഷമാണ് ആ നായക്കുട്ടി കിട്ടിയത്. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ടെൻഷൻസ് ഒക്കെ പിന്നെ നമുക്ക് തോന്നുകയാണ് അതിലൊരു കൗതുകമുണ്ട്. കാര്യം ഇവൻ ഒളിച്ചോടിയിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വന്നത്, അതുവരെയ്ക്ക് ഇവൻ്റെ ജീവനം എവിടെയായിരുന്നു. അതിനെപ്പറ്റി ഞാൻ സങ്കല്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അത് എഴുതാൻ കിട്ടുന്ന ഒരു മാറ്ററാണ്, അത് വിഷയമാണ്. അത് എഴുതുന്നുണ്ട്. അല്ലാതെ ഇതൊന്നും മഹത്തായ കാര്യങ്ങളല്ല. എന്നെപ്പോലെ ഇത്തരം ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം അത് മനസ്സിലേക്ക് കുറിച്ച് വയ്ക്കുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ അന്തിക്കാടിനടുത്ത് കൊടുങ്ങല്ലൂരിൽ ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ സൈക്കിളിൽ ലോകം ചുറ്റിയ ഒരാളാണ്. ഇപ്പം ഇല്ല, KR സുനിലിനൊക്കെ അറിയാം. സൈക്കിളിൽ ലോകം ചുറ്റി എത്രയോ വർഷങ്ങൾ അയാൾ സൈക്കിളിൽ ലോകം ചുറ്റിയിട്ടുണ്ട്. അതായത് ഇന്ത്യ മുഴുവൻ ചുറ്റി, സമ്പൽക്കാടുകളിലൂടെ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി. അയാൾ കുറേ കഴിഞ്ഞ ശേഷം അയാൾ മരിച്ചുപോയി. എന്തെല്ലാം അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, എന്തെല്ലാം ഓർമ്മകൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് എഴുതാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ നഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ജീവിതത്തിൽ ഈ ചെറിയ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ഇഷ്ടം തോന്നുന്ന മാറ്ററുകൾ മാത്രം കുറിക്കുകയാണ്. അത് ആളുകൾക്ക് ഇഷ്ടമാവുന്നതുകൊണ്ടാണ് ആ പുസ്തകങ്ങൾ ആൾക്കാർ വായിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ആനന്ദം കിട്ടുന്നുണ്ട്, ഷുവറാണ്.